സോഷ്യൽ മീഡിയയിൽ വെറുതെ ചികഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സുന്ദരിയായ ഒരു യുവതിയുടെ മെസ്സേജ് ആ യുവാവിന് വരുന്നത്. ഉടൻ തന്നെ ആ യുവാവ് ഹായ് അയക്കുന്നു. പിന്നീട് കാര്യമായ രീതിയിൽ ആ മെസ്സേജ് മുമ്പോട്ട് പോകുന്നു. അതെ, അൻസീന എന്ന സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു മെസ്സേജ് അയച്ചത്. അതുകൊണ്ട് തന്നെ ആ യുവാവിന് ഹരമായി. പിന്നീട് അവർ പലതരത്തിലും ചാറ്റ് ചെയ്യുന്നു. അവസാനം അൻസീന പറയുന്നു, എൻ്റെ ഭർത്താവ് ഗൾഫിലാണെന്നും നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്നും ചോദിക്കുന്നു. ദിവസങ്ങൾ കൊണ്ട് തന്നെ ഗാഢമായ പ്രണയത്തിലേക്ക് വീണ ഈ മനുഷ്യൻ തീർച്ചയായിട്ടും ഞാൻ വരാമെന്നും ആരും ഇല്ലാത്ത സമയത്ത് എന്നെ വിളിച്ചാൽ മതിയെന്നും ആ യുവാവ് പറയുന്നു. വളരെ സന്തോഷത്തോടെ സംസാരിച്ച ഈ അൻസീന പിറ്റേ ദിവസം തന്നെ ഇവരോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. അൻസീനയ്ക്ക് ഒരു പൊതിയുമായി സന്തോഷത്തോടെ ആ യുവാവ് വീട്ടിലേക്ക് എത്തുന്നു, അതായത് യുവതിയുടെ വീട്ടിലേക്ക്. പക്ഷേ വീട്ടിലെത്തി കഥക് തുറന്ന അൻസീന ചിരിച്ച മുഖത്ത് നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരികയും ഉടനെ തന്നെ രണ്ടുപേർ ചേർന്ന് ആ യുവാവിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ മൊത്തം തട്ടിയെടുത്തതിനു ശേഷം യുവാവിനെ മർദ്ദിക്കുകയും ചെയ്യുന്നു. താൻ ആഗ്രഹിച്ച കാര്യം നടക്കുകയും ചെയ്തില്ല. അതിലുമുപരി തൻ്റെ കയ്യിലുണ്ടായിരുന്ന 15,000 രൂപ പോവുകയും ചെയ്തു. അതിലുമുപരി ഒരുപാട് അടി കിട്ടുകയും ചെയ്തു. എന്തു തന്നെയായാലും ദുഃഖത്തോടെ അന്ന് കിടന്നിറങ്ങിയ യുവാവിനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അൻസീന കോൾ ചെയ്യുകയും ഞങ്ങളുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെയും തന്നെ അറിഞ്ഞെന്നും അത് വളരെ പ്രശ്നമായെന്നും അവർ പൈസ ചോദിക്കുകയാണെന്നും അൻസീന പറയുന്നു. വളരെ ദുഃഖത്തോടെ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് യുവാവിന് കാര്യം മനസ്സിലായത്. ഇത് ശരിക്കും എന്നെ ട്രാപ്പിൽ കുടുക്കിയത് മാത്രമാണെന്ന്. അതല്ലാതെ അൻസീന എന്ന ആ സ്ത്രീക്ക് തന്നോട് ഒരു തരത്തിലുള്ള ഇഷ്ടവും ഇല്ലായിരുന്നു എന്ന് ഉടനെ തന്നെ യുവാവ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൻസീനയുടെ ഭർത്താവ് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവനെ മർദ്ദിച്ചതിൽ ഒരാൾ അൻസീനയുടെ ഭർത്താവായിരുന്നു എന്ന്. അതിലുമുപരി അൻസീനയുടെ ഭർത്താവിൻ്റെ സഹോദരനും പിന്നെ ഒരു സുഹൃത്തും ചേർന്നാണ് ഇതൊക്കെയും തന്നെ പ്ലാൻ ചെയ്തതും. ചുരുക്കി പറഞ്ഞാൽ ഹണി ട്രാപ്പിൽ പെടുത്തുന്ന ഒരു കുടുംബം. എന്തു തന്നെയായാലും രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നെ രണ്ടുപേർ ഒളിവിലാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അതിലുമുപരി നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഒരു സ്ത്രീ വന്ന് മാടി വിളിച്ചപ്പോൾ തൻ്റെ ഭാര്യയും കുഞ്ഞുമുണ്ടെന്ന കാര്യം മറന്ന് ഉടൻ തന്നെ ഓടിപ്പോകുന്ന, ഇതുപോലുള്ള ട്രാപ്പുകളിൽ പെടാൻ വേണ്ടി മനഃപൂർവ്വം നിന്നു കൊടുക്കുന്ന ഇതുപോലെ യുവാക്കളോട് എന്താണ് പറയേണ്ടത്? എന്തു തന്നെയായാലും പോയതോ 17, കിട്ടിയതോ അടി. പക്ഷെ ഇനിയും പോവാനിരുന്ന ഒരുപാട് പണം ഇതുപോലെ പക്വമായ തീരുമാനത്തിലൂടെ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം.